ഹായ് ഹലോ, ഞാൻ സീനയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണേ കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സൺസ്ക്രീനും കൂടി ഇടുക. സൺസ്ക്രീൻ ഇട്ടിട്ടേ നിങ്ങൾ പുറത്ത് പോകാൻ പാടുള്ളൂ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് എം ടി ആയിട്ടിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തത്. നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഇടാം കേട്ടോ. എൻ്റെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടാൻ അടിച്ചിട്ടുണ്ട് സൺസ്ക്രീൻ ഇടാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബേസ് മേക്കപ്പിന് വേണ്ടിയിട്ട് ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ വൈറ്റ് ടോണിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷനോ BB ക്രീമോ CC ക്രീമോ അല്ലെങ്കിൽ കൺസീലറോ അപ്ലൈ ചെയ്യാം. ഞാനൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടിൻഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണത് കേട്ടോ. ഇത് ബെല്ല വിറ്റ എന്നുള്ള ബ്രാൻഡിൻ്റെ ലിപ്പ് ആൻഡ് ചിക്ക് ടിൻഡാണ്. അപ്പോൾ ഇത് എടുത്തിട്ട് ഞാൻ ബ്ലഷായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഐ ഷാഡോ ആയിട്ടും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു റെഡിഷ് ലുക്ക് ഉണ്ടാവും. ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പക്ഷേ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങളിടുന്ന ആ ഒരു ഡ്രസ്സിന് സെയിം കളറാണ് നിങ്ങൾക്ക് ഐ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സ് അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ലുക്ക് ഭയങ്കര ഒരു പ്രത്യേകതയായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ക്രീം ബ്ലഷാണല്ലോ ഇട്ടത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ടാൽക്കം പൗഡർ വെച്ചിട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ എലൈറ്റീൻ്റെ കാജലാണ് കേട്ടോ. നല്ല ജെറ്റ് ബ്ലാക്കാണ്, നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ സ്മഡ്ജ് ആവത്തൊന്നുമില്ല. അപ്പോൾ അഫോർഡബിൾ റേറ്റും കൂടിയാണ് കേട്ടോ. നിങ്ങൾക്കപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിലത്തെ ലൈനറാണ് യൂസ് ചെയ്യണത്. സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഈ ഒരു ഐ ലൈനർ കേട്ടോ. നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ സ്മഡ്ജ് ആവുകയൊന്നുമില്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖമൊക്കെ കഴുകിയാലും കുഴപ്പമൊന്നുമില്ല, അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു വിങ് ഇട്ടിട്ട് കണ്ണെഴുതി കൊടുക്കണേ. പിന്നെ ഞാൻ മസ്കാരയൊന്നും അപ്ലൈ ചെയ്യണില്ല. ഞാൻ ഈ ഒരു ഐലൈനർ മാത്രമേ ഇടുന്നുള്ളൂ, കാരണം എൻ്റെ ലാഷസ് നന്നായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മസ്കാരയൊന്നും അപ്ലൈ ചെയ്യണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്കാര ഇടാം. ഒരു നല്ലൊരു കോട്ട് മസ്കാര ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കണ്ണ് നല്ല ഭംഗിയായിരിക്കും, വിടർന്നിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മെബിലിൻ്റെയൊക്കെ മസ്കാര നല്ലതാണ്, നന്നായിട്ട് ലാഷസൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും അതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഐലൈനർ മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് ഐബ്രോസ് ഞാൻ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാറില്ല. എനിക്കെന്തോ എൻ്റെ ഐബ്രോസ് ഇത്തിരി കട്ടിയുള്ള പോലെ ഇരിക്കണ കൊണ്ടിട്ട് ഞാൻ എക്സ്ട്രാ ഫില്ലൊന്നും ചെയ്തൊന്നും കൊടുക്കാറില്ല. പക്ഷേ എനിക്ക് ഇന്ന് എന്തായാലും ഇതൊന്നും ചെയ്യണം എന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു ലുക്കിൽ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കണേണ്, ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. നല്ല ഡാർക്കാക്കിയില്ല, എവിടെയാണോ ഐബ്രോസ് കുറവുള്ളത് അവിടെ മാത്രം ജസ്റ്റ് എങ്ങനെയാണോ ഐബ്രോസ് ഇരിക്കണം ആ രീതിയിൽ തന്നെ വരച്ചു കൊടുത്ത് ലൈറ്റായിട്ട്. അതും കാജൽ വെച്ചിട്ടാണ് ചെയ്തേക്കണം. എന്നിട്ട് ഈ ഒരു ബ്രഷിൽ അപ്ലൈ ചെയ്തിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ്, ഐബ്രോസ് എഴുതണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് മാറ്റി കൊടുക്കുക. ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഐബ്രോ ഡിഫൈനർ വാങ്ങിക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അതിന് ശേഷം ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് വെച്ച് കൊടുക്കണതാണ്. കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ കോംബ് ചെയ്ത് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മസ്കാരയ്ക്ക് പകരം ചെയ്യണത് ഈ ഒരു ഐലാഷ് കേളറാണ് കേട്ടോ. ഇത് എന്തോ 100 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ മസ്കാര ഇടുന്നതിന് മുന്നേ ഇത് വെച്ചിട്ടൊന്ന് കേൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ചും കൂടി ഭംഗിയിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മസ്കാര ഇടുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ലാഷ് ഇങ്ങനെ വളഞ്ഞിരിക്കുകയും ചെയ്യും. പിന്നെ ഞാനൊരു ബ്ലാക്ക് ബിന്ദിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ്സിൽ ഞാൻ ഈ ഒരു ജസ്റ്റ് ഹെർബിൻ്റെ ഈ ഒരു ലിപ് ബാമായിട്ട് കൊടുക്കണം. ഇത് ചെറിയൊരു ടിൻറ്റുള്ളൊരു ലിപ് ബാമാണ് കേട്ടോ. ഞാൻ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഹെർബലിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉള്ളൊരു ലിപ് ബാമാണ്. നന്നായിട്ട് മോയ്സ്ചറൈസും ചെയ്യുകയും ചെയ്യും.
അതിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ലിപ്സ് ഡാർക്ക് ആവാനും ഡ്രൈ ആവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഡാസ്ലറിൻ്റെ മൗ ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി ആയി കഴിയുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഡ്രസ്സിനൊരു ബ്രൈറ്റ് കളറും ലിപ്സ് കുറച്ചൊന്ന് ഡാർക്കും ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു കളറുള്ള ഏതെങ്കിലും ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഫുൾ ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.